സജിത്ത്, ഒറ്റ മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഒരു മിനിറ്റോട് മറുപടി പറയണം. അതായത് ഈ പത്മകുമാറിൻ്റെ അറസ്റ്റിനെ ആറന്മുളക്കാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പാർട്ടി എന്ത് നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്? പാർട്ടിക്ക് ഈ സമയത്ത് പത്മകുമാറിനെ പ്രൊട്ടക്ട് ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണല്ലോ ജലീൽ സാർ പറഞ്ഞത്. അന്നേരം പാർട്ടി ഇദ്ദേഹത്തെ പുറത്താക്കുമെന്നുള്ള ഒരു സൂചന വെച്ചിട്ടുള്ള മാധ്യമ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ജില്ലാ കമ്മിറ്റി മെമ്പർഷിപ്പ് മാറ്റും എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഉടനെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയില്ല. കാരണം അതാണ് അവിടുത്തെ അവസ്ഥ. പിന്നെ വീട്ടിലെ റെയ്ഡ് നടത്തിയല്ലോ അല്ലേ SIT? ഇന്ന് ഉച്ചയ്ക്ക് 12:45 12:15 റെയ്ഡ് ആരംഭിച്ചു. ഇപ്പോഴും റെയ്ഡ് പൂർത്തിയായിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ ആറന്മുള ഇന്നലെ ലഡു വിതരണമൊക്കെ നടന്നു. ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്, പത്മകുമാർ അവിടെ എല്ലാവരുടെയും ഈ നാട്ടുകാരുടെ മുന്നിൽ പാർട്ടി കളിക്കാറില്ല. അത് അദ്ദേഹം പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ്, സീനിയർ ലേഖകനാണെന്ന് എല്ലാവർക്കും, സീനിയർ പ്രവർത്തകനാണെന്ന് എല്ലാവർക്കും പ്രിയപ്പെട്ട പപ്പേട്ടനാണല്ലോ അല്ലേ? പ്രിയപ്പെട്ട എല്ലാവരുടെയും ചിരിച്ചു കളിച്ച് നടന്നിട്ടുള്ള മനുഷ്യനാണ്. പക്ഷെ തെരുവിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ തനി സ്വഭാവം കാണാം. പക്ഷെങ്കിൽ ഇന്നലെ അവിടെ ലഡു വിതരണമൊക്കെ നടന്നതായിട്ടാണ് സൂചന. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹം ചില വ്യക്തികളെ ഹർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ വന്നിട്ടുണ്ട്. അതിനൊക്കെ അതിൻ്റെതായിട്ടൊക്കെയുള്ള ഒരു ആഹ്ലാദ പ്രകടനമാണ് അവിടെ നടന്നത്. ഇതാണ് കാരണം ആറന്മുളയിലെ സ്ഥിതി. അതെ, അന്വേഷണം ഈ ദിശയിലെ ആണ് പോകുന്നതെങ്കിൽ, അതായത് ശരിയായ മാർഗത്തിലൂടെയാണ് പോകുന്നത്, സുതാര്യമായിട്ടാണ് പോകുന്നത്, സത്യസന്ധമായിട്ടാണ് പോകുന്നത്, അങ്ങനെ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതിന് കാരണഭൂതരായിട്ടുള്ളവരും അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല.